الله أكبر الله أكبر الله أكبر. إن الحمد لله نحمده ونستعينه أشهد أن لا إله إلا الله وحده لا شريك له جل عن الشبيه والمثيل والند والنظير وأشهد أن محمدا عبده ورسوله وسفيه وخليله وخيرته من خلق محمد بن عبد الله صلى الله عليه وسلم. أما بعد فإن خير أزكى الكلام كلام الله وخير الحديث حديث محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. الله أكبر الله أكبر الله أكبر. لا إله إلا الله الله أكبر الله أكبر ولله الحمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞ് കഴിഞ്ഞ 30 ദിവസത്തെ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം, ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രയാസത്തിന്റെയും ശേഷം ഒരു സന്തോഷത്തിന്റെ പുലരിയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അല്ലാഹു നമ്മുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പുകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ രാത്രിയിലെ നിസ്കാരങ്ങൾ, നമ്മുടെ ഖിയാമുകൾ, നമ്മുടെ തിലാവത്തുകൾ എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും സ്വാലിഹായ ഒരു പ്രവർത്തനമാക്കി മാറ്റുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നോമ്പുകാരന് 2 സന്തോഷങ്ങൾ ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലിസ്സിയാമി ഫർഹതാൻ, 2 സന്തോഷങ്ങളാണുള്ളത്. അതിലൊന്ന് നാം എല്ലാവരും നേടി, ഫർഹത്തുൻ ഇൻദൽ ഫിത്രി, അത് നോമ്പ് തുറക്കുന്ന സമയത്ത് അപ്പോഴുള്ള സന്തോഷമാണ് നോമ്പുകാരനുള്ള ഒരു സന്തോഷം. കഴിഞ്ഞ ഒരു മാസക്കാലം ഈ സന്തോഷം നാം എല്ലാവരും അനുഭവിച്ചു. നോമ്പിന്റെ ആ സമയം കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ നാടി നരമ്പുകൾ നരയുന്ന സമയം നമ്മളൊരു സന്തോഷം ആസ്വദിച്ചിരുന്നു. അല്ലാഹു ഇത് സ്വീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. ഇനി 2ാമത്തെ സന്തോഷത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങേണ്ടത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നുണ്ട്, ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി, 2ാമത്തെ വിശ്വാസിയുടെ സന്തോഷം എന്ന് പറയുന്നത് അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. ഈ സന്തോഷം നേടിയെടുക്കാൻ കഴിയുന്നവർ മാത്രമാണ് വിജയികൾ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് തന്റെ റബ്ബിനെ കാണാൻ കഴിയലാണ്. പൗർണമി ദിനത്തിൽ തിളങ്ങി നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനെ കാണും പോലെ റബ്ബിനെ കാണാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ഹദീസിൽ കാണാം, അമ്മാ ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമർ, പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നിന്റെ റബ്ബിനെ നീ കാണുമെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും അത് സാധിക്കണമെങ്കിൽ, നമുക്കത് സാധിക്കുന്നതിന് മുമ്പ് സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പുള്ള നമസ്കാരങ്ങൾ ഒഴിവാക്കാതിരിക്കുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ഇതുവരെ തുടർന്നു വന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 30 ദിവസക്കാലത്തിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകുമ്പോൾ മാത്രമാണ് ആ റബ്ബിനെ കാണാൻ, പൂർണ്ണ ചന്ദ്രനെ പോലെ ലോകൈകനാഥനായ അള്ളാഹുവിനെ കാണാൻ നമുക്ക് സാധിക്കുക എന്ന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. നന്മകൾക്ക് നമുക്ക് തുടർച്ച വേണം. റമദാനിൽ ഒരു മാസം നിസ്കാരങ്ങളിൽ നമ്മൾ ശ്രദ്ധ നൽകിയിരുന്നു. ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ പള്ളിയിലെത്തിയിരുന്നു.
ഇനിയും അത് തുടർന്നെങ്കിൽ മാത്രമാണ് നോമ്പുകാരന് പറയപ്പെട്ട രണ്ടാമത്തെ സന്തോഷം ലഭിക്കുകയുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കുക. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ മാത്രമാണ് നമ്മുടെ റബ്ബിനെ കാണാൻ നമുക്ക് സാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്? മസലുൽ ജന്നത്തില്ലതി ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സ്വർഗത്തിലെ ആളുകൾ അവർ അള്ളാഹുവിനെ സൂക്ഷ്മത പാലിച്ചവരാണ്, അള്ളാഹുവെ സൂക്ഷിച്ചവരാണ്. ഈ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. ഈ തഖ്വ, ഈ സൂക്ഷ്മത നമ്മൾ നേടിയെടുത്തിരുന്നു, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചിരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലികും. അല്ലാഹു നോമ്പ് എന്തിനാണ് നിർബന്ധമാക്കിയത് എന്ന് നമ്മളോട് ഖുർആനിൽ പറഞ്ഞത് വളരെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് നോമ്പ് നൽകിയത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവർക്കാണ് സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇന്നലിൽ മുത്തഖീന മഫാസ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മുത്തഖീങ്ങളാണ് വിജയിക്കുന്നത്, മുത്തഖീങ്ങൾക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. എങ്കിൽ തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കലാണ് മുത്തഖീങ്ങളിൽപ്പെട്ട ആളുകൾ എന്നും നമ്മൾ മനസ്സിലാക്കാം. ഒരു മാസക്കാലം നാം അതിനു വേണ്ടിയുള്ള പരിശീലനത്തിലായിരുന്നു. ഇനി അത് ജീവിതത്തിൽ തുടരേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഹറാമുകൾ കാണുന്നത് നാം കുറച്ചിട്ടുണ്ട്, ഹറാമുകളിൽ നിന്ന് നാം മാറി നിന്നിട്ടുണ്ട്, ഹറാമ് കേൾക്കുന്നത് നാം കുറച്ചിട്ടുണ്ട്, ആ ഹറാമ് കേൾക്കുന്നതിൽ നിന്ന് നാം മാറി നിന്നിട്ടുണ്ട്, ഹറാമുകൾ പറയുന്നത് നാം കുറച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നാം മാറി നിന്നിട്ടുണ്ട്, ഹറാമുകൾ ചെയ്യുന്നത് നാം കുറച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ടുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിനൊരു തുടർച്ച ഉണ്ടാകണം. അവർ മാത്രമാണ് വിജയികൾ. ഇതേതെങ്കിലും ഒരു സീസണിൽ ചെയ്യേണ്ട പ്രവർത്തനമല്ല. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നത്, ദേഹേച്ഛകളുടെ പിറകെ പോകാതെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത് ഒരു സീസണിൽ ചെയ്യേണ്ട പ്രവർത്തനമല്ല. അള്ളാഹു പറഞ്ഞു, നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയം വരെ നിന്റെ റബ്ബിനെ ഇബാദത്തെടുക്കാൻ, പ്രവർത്തനങ്ങൾ ചെയ്യാൻ, നന്മ ചെയ്യാൻ, സൂക്ഷ്മത പാലിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നന്മകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇല്ല, അതിനൊരു കോമ പോലുമില്ല. മരണം വരെ അത് തുടർച്ചയാണ് വേണ്ടത്. നമ്മുടെ മരണം എപ്പോഴാണ് നമുക്കെന്നറിയില്ല. ഈ റമദാനിന്റെ തുടക്കത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും നമ്മളോടൊപ്പമില്ല. കഴിഞ്ഞ റമദാനിൽ, കഴിഞ്ഞ ഈദ് മുസല്ലയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും പ്രിയപ്പെട്ടവരെ നമ്മോടൊപ്പമില്ല. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് അവൻ വിട പറഞ്ഞു പോകേണ്ടി വരും. അതിനാൽ നന്മകൾ നാം തുടരണം. ജീവിതത്തിന്റെ അവസാനം വരെ നന്മകൾ തുടരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തിന്മകളിൽ നിന്ന് പരിപൂർണമായും നാം വെടിയണം. നാം മുത്തഖീങ്ങളാകണം. ജീവിതത്തിൽ നന്മകൾ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ, അത് മരണം വരെ നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നാടും സാഹചര്യവും ഒക്കെ വലിയ വലിയ അപകടങ്ങളിലേക്ക്, തിന്മകളുടെ കോട്ടാമ്പികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം, ജീവിതത്തിന്റെ പിന്നാമ്പറങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളും കേൾക്കുമ്പോൾ ഒരുപാട് തിന്മകൾക്കാണ് നമ്മൾ കാതോർക്കുന്നത്. സമൂഹത്തെ കാർന്നുന്ന തിന്മകളുണ്ട്. ഈ റമദാൻ മാസത്തിൽ പോലും നാം ചർച്ച ചെയ്തത് അവയിൽ ഏറ്റവും വലിയ തിന്മയായ ലഹരിയെ പറ്റിയാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് കേരളവും നമ്മുടെ നാടും നമ്മുടെ പരിസരവും ഒക്കെ നമ്മുടെ വീടുകളിൽ പോലും അത്രമേൽ മ്ലേച്ഛതയ്ക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തിന്മകളുടെ മാതാവ് എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ വിശേഷിപ്പിച്ച ആ തിന്മയെ, ആ ലഹരിയെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബുൽ ഖംറ ഉമ്മുൽ ഖബായിസ്, നിങ്ങൾ മദ്യത്തെ ഒഴിവാക്കുക. ആ മദ്യം എന്ന് പറയുന്നത് ഉമ്മുൽ ഖബായിസ് ആണ്, അത് തിന്മകളുടെ മാതാവാണ് എന്നും ലോകത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കൂ പ്രിയപ്പെട്ടവരെ, നിയമവും നിയമവാഴ്ചകളെല്ലാം അമ്പരച്ചുംബികളായി നിൽക്കുന്ന സമയത്ത് ലോകത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചൊരു സമൂഹം സംസ്കാരത്തിന്റെ ഉന്നതിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ തിന്മയെ ഒഴിവാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമത്തിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. ലഹരിയിലേക്കുള്ള എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. എന്നിട്ടും ലഹരി കേസുകളിൽ എങ്ങനെ മുസ്ലിങ്ങളുടെ പേരുകൾ കടന്നു വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രശ്നങ്ങളെ കുറിച്ച് ആശങ്കപ്പെടുകയല്ല ചെയ്യേണ്ടത്, പരിഹാരം തേടുകയാണ് വേണ്ടത്. ഇസ്ലാം അത് കൃത്യമായ പരിഹാരം നമ്മോട് പറഞ്ഞു നൽകിയിട്ടുണ്ട്. എത്ര തന്നെ ചെറുതായാലും
എത്ര തന്നെ ചെറുതായാലും അത് ഹറാമാണ് എന്നാണ് ലോകത്തിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ നിയമങ്ങൾ പറയുന്നത് ചില ചെറിയ വസ്തുക്കൾ, ചില രൂപത്തിലുള്ള കാര്യങ്ങൾ കയ്യിലുണ്ട് എങ്കിൽ അത് അനുവദിക്കപ്പെടണമെന്നാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് എത്ര ചെറുതാണ് എങ്കിലും അതിനെ ഒഴിവാക്കണം, അത് നിഷിദ്ധമാണ് എന്നാണ് ലോകത്തിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, മാതാവിനെ കഴുത്തറുത്തു കൊന്ന വാർത്തകൾക്ക് സാക്ഷിയായവരാണ് നമ്മൾ. ഒരു സീരിയസ് കില്ലറിനെ നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടു. പാരമ്പര്യവും അതുപോലെ തന്നെ 1 കഴിഞ്ഞു 2 കഴിഞ്ഞു 3 കഴിഞ്ഞും കൊലപാതകങ്ങൾ നടക്കുന്ന മക്കളുടെ കാഴ്ചകൾ നമ്മൾ കണ്ടു. സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്നിടത്ത് കുട്ടികൾ പരസ്പരം തല്ലുന്നു, കുട്ടികൾ പരസ്പരം ആക്രമിക്കുന്നു, ഒരാളെ കൊല്ലാനുള്ള ഗുണ്ടാസംഘങ്ങൾ നിശ്ചയിക്കുന്ന ഒരുപാട് അതിർവരമ്പുകൾ, നിയമക്കുരുക്കുകൾ അവർ ചർച്ച ചെയ്ത് അത്തരത്തിലുള്ള മേഖലയിലേക്ക് കടന്നു പോകുമ്പോ പരിഹാരങ്ങൾ തേടേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആ ലഹരി എന്ന മഹാമാരിയെ തുടച്ചു നീക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മക്കൾക്ക് കൃത്യമായ മതബോധം നൽകലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിയെന്ന് നാം മനസ്സിലാക്കുക. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന മക്കളെ വാർത്തെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നല്ല ദീനീ അന്തരീക്ഷം നൽകുക എന്നത് തന്നെയാണ് അതിന് ഏക പരിഹാരം എന്ന് പറയുന്നത്. വ്ലോഗേഴ്സും ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ സിനിമകളും ഇന്ന് നാടുകളിൽ ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങൾ മഹാ അപകടങ്ങളാണ്. ഈ അടുത്തൊരു സിനിമ ഇറങ്ങി. ആ ഒരു സിനിമയുടെ പേര് അത് ഇപ്പോൾ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചോര എന്ന് പറയുന്ന ചോരയുടെ കളങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കില്ലറുകൾ ഏറ്റവും രൂപത്തിൽ കുട്ടികളുടെ മനസ്സുകളുടെ മസ്തിഷ്കങ്ങളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള സിനിമ ഇറങ്ങുന്നു. അത് കുട്ടികൾ കാണുന്നു. അത് കണ്ട രൂപത്തിൽ കുട്ടികൾ കൊലപാതകങ്ങൾ ചെയ്യുന്നു. ലഹരി മാത്രമെന്ന് പറഞ്ഞ് നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ വിശാലവൽക്കരിക്കാൻ സാധിക്കുകയില്ല. ഇത്തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹറാമുകൾ സൂപ്പർ മാർക്കറ്റുകളായ സിനിമകൾ നമ്മുടെ വീടുകളിൽ നിന്നും അകറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു മാസം അവയെ നമ്മൾ മാറ്റിവെച്ചു. നമ്മുടെ സ്ക്രീൻ നമ്മൾ മറച്ചു വെച്ചു. അതിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇനിയും അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ലിബറൽ ചിന്തകൾ നാടിനാപത്തായിക്കൊണ്ടിരിക്കുന്നു. എല്ലാം എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാമെന്നും മൈ ബോഡി മൈ ചോയ്സ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. എന്തു ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ കുട്ടികൾ ആക്കം കൂട്ടുന്നുണ്ട്. നൈറ്റ് സ്ട്രീറ്റുകൾ, രാത്രിയുടെ ക്ലബ്ബുകൾ ഇന്ന് നമ്മുടെ നാടുകളിൽ സജീവമായി കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ലഹരിയെക്കാൾ അപകടമായി കൊണ്ടിരിക്കുന്നത് ലിബറൽ ചിന്തകളാണ്. ലിബറൽ ചിന്തകളുടെ പേര് പറഞ്ഞ് നാട്ടിൽ നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അധ്യാപകന്റെ മുമ്പിൽ തിരിച്ച് കത്തി ചൂണ്ടുന്ന മക്കൾ, അതുപോലെ തന്നെ മാതാപിതാക്കൾ നിസ്സാരവൽക്കരിക്കുന്ന മക്കൾ, ഒരു സ്കൂളിന്റെ സ്റ്റെപ്പിന്റെ താഴെ, അതിന്റെ കോണിപ്പടിയുടെ താഴെ പരസ്പരം ചുംബിച്ചു നിൽക്കുന്ന കുട്ടികളോട് അധ്യാപകൻ ചെന്ന് ചോദിച്ചാൽ, മോളെ നീ എന്തു തെറ്റാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സാറേ യു ആർ നോട്ട് മൈ പാരന്റ് എന്ന് ശീർഷകം വിളിക്കുന്ന മൈ ബോഡി മൈ ചോയ്സ് മൈ റൂൾസ് മൈ ലൈഫ് മൈ റൂൾസ് എന്ന ശീർഷകം വിളിക്കുന്ന കുട്ടികളാണ് ഇന്ന് നാടിന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അധ്യാപകന്റെ പണിയെടുത്താൽ മതി, എന്റെ തന്തയുടെ പണിയെടുക്കണ്ട എന്ന് പറയുന്ന രൂപത്തിൽ നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലഹരി സാർവത്രികമാകുന്ന നാടാണ് അവർ സ്വപ്നം കാണുന്നത്. ആഘോഷങ്ങളിൽ ലിബറൽ ചിന്തകളുടെ പേര് പറഞ്ഞ് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള രൂപത്തിൽ നടക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള അപകടങ്ങൾ, ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥ നാടിന് അപകടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിയന്ത്രണത്തിന് നമ്മൾ വിധേയപ്പെടുക. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് നമ്മൾ വിധേയപ്പെടേണ്ടതുണ്ട്. എല്ലാ മേഖലകളിലും സമാധാനം പകരുന്നത് അള്ളാഹുവിന്റെ നിയന്ത്രണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സമൂഹത്തിനും ഇത്തരത്തിലുള്ള വിഷയത്തിൽ പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമൂഹത്തിനും ഭരണകൂടത്തിനും ഇതിന് വലിയ പങ്കുണ്ട്. പരിപൂർണമായി ലഹരി നിരോധനം നടപ്പിലാക്കാൻ സമൂഹം തയ്യാറാകേണ്ടതുണ്ട്. പിടിക്കപ്പെടുന്നവർക്ക് ഇനി ഒരാളും ആവർത്തിക്കാത്ത രൂപത്തിലുള്ള മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഇന്ന് സമൂഹത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. 1985 കൊണ്ടുവന്ന നാർക്കോട്ടിക് ലഹരി ആ ഒരു നിയമം മാത്രമാണ് ഇന്നും നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഒരൽപ്പം കയ്യിൽ വെച്ചാൽ പ്രശ്നമല്ല എന്ന നിയമം. പ്രിയപ്പെട്ടവരെ, അത് മാറ്റിയെഴുതാനുള്ള ജാഗ്രതാ സദസ്സുകൾ, അതിനു വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ രക്ഷിതാക്കളും സമൂഹവും രാഷ്ട്രീയ പ്രസ്ഥാന ആളുകളും പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ അതിനോട് നല്ല ബോധമുള്ളവരാകണം. മക്കൾക്ക് അനാവശ്യമായി പണം നൽകുന്ന വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണം. നോക്കൂ, ഈ അടുത്ത വെഞ്ഞാറമൂടിലെ കൊലപാതകം
തിരുവനന്തപുരത്ത് നടന്ന കേരളത്തിൽ നടന്ന കൊലപാതകത്തിൽ നമ്മൾ ആ ഒരു കുട്ടിയുടെ ആ ഒരു 22 വയസ്സുകാരന്റെ സംസാരം നമ്മൾ കേട്ടതാണ്. അവന്റെ വിഷയം നമ്മൾ അറിഞ്ഞതാണ്. അവന്റെ വാപ്പയെ അറിയാത്ത കടം അവനുണ്ടായിരുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക മേഖലയിൽ നമ്മുടെ മക്കൾ നമ്മൾ അറിയാതെ അത് ക്രയവിക്രയം ചെയ്യുന്നു എന്നത് വലിയ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനേക്കാളെല്ലാം അപ്പുറത്ത് അവരോട് തുറന്നു സംസാരിക്കുന്ന രക്ഷിതാവായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എപ്പോഴും മക്കളെ തീർക്കുന്നവരല്ല നമ്മളാകേണ്ടത്, മക്കളെ അടുപ്പിക്കുന്നവർ നമ്മളാകണം. സ്വന്തത്തോട് ചേർത്തു വെക്കാൻ, നെഞ്ചോട് ചേർത്തു വെച്ച എന്റെ കുട്ടിയെ എന്ന് സ്നേഹത്തോടെ വിളിച്ച് സംസാരിക്കാൻ രക്ഷിതാക്കൾക്ക് നമുക്ക് സാധിക്കണം. നല്ല അടുപ്പവും മനസ്സു തുറന്നുള്ള സംസാരങ്ങളും ഇന്ന് കുടുംബങ്ങളിൽ നടക്കുന്നില്ല. എല്ലാവരും മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആണ്. ഉമ്മ അഡിക്റ്റ് ആണ്, വാപ്പ അഡിക്റ്റ് ആണ്. എല്ലാവരും ജോലി കഴിഞ്ഞു വന്നാൽ അവരുടെ മൊബൈൽ ഫോണിൽ സ്ക്രീൻ വെളിച്ചത്തിലാണ് അവരുടെ ജീവിതം കൊണ്ടുപോകുന്നത്. മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും പലതും പങ്കുവെക്കുന്നില്ല. അവർ പരസ്പരം സന്തോഷിക്കുന്നില്ല. അവർ പരസ്പരം സംസാരിക്കുന്നില്ല. അവരുടെ വിഷയങ്ങളിൽ വിള്ളലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവ ഇല്ലാത്തതിനാലാണ് പല കുടുംബങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകാൻ നല്ല സംസാരം ഉണ്ടാകണം, പരസ്പരമുള്ള സംസാരങ്ങൾ ഉണ്ടാകണം. നമ്മൾ മാതാവിനെ അനുസരിക്കുന്ന മക്കളായി, പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട മക്കളെ നമ്മളായി തീരണം. എന്നിട്ട് നമ്മൾ നമ്മുടെ മക്കളെ ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ സാധിക്കണം. പ്രായമായ മാതാവിനെ നെഞ്ചോട് ചേർത്തു പിടിച്ച് കാരുണ്യത്തിന്റെ ചെലവുകൾ വീടകങ്ങളിൽ പ്രായമായ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ പ്രിയപ്പെട്ട പ്രവാസികളെ നമുക്കും സാധിക്കേണ്ടതുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. കുടുംബത്തിലെ സ്ത്രീകളോട്, കുടുംബത്തിന്റെ വിളക്കുകളാണ് സ്ത്രീകൾ. ആ വിളക്ക് തെളിഞ്ഞു കത്തിയാൽ കുടുംബം മുഴുവനും പ്രകാശപൂരിതമാകും. ആ വിളക്കണിഞ്ഞാൽ പ്രിയപ്പെട്ട സ്ത്രീകളെ, സഹോദരിമാരെ, കുടുംബം മുഴുവനും ഇരുട്ടിലാകും. അതുകൊണ്ട് വെളിച്ചം സ്ത്രീകൾക്കുണ്ടാകുന്നത് ദീൻ പഠിക്കുന്നതിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ദീനു ഖലീൽ, ദീനാണ് സുഹൃത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കുടുംബത്തെ പഠിപ്പിക്കുക, നന്മ നിറഞ്ഞ കുടുംബം സാധ്യമാകാൻ പരിശ്രമിക്കുക. അത്തരത്തിലുള്ള ആളുകളാണ് വിജയം സാധിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന ആളുകൾ നിങ്ങൾ ഉൾപ്പെടണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിനും പ്രധാനം വിശ്വാസമാണ്. കുടുംബങ്ങളിൽ, സാഹോദര്യത്തിന്, മക്കൾക്കിടയിലെല്ലാം വിശ്വാസം പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ വിശ്വാസത്തിലേക്ക് നമ്മൾ മടങ്ങണം. നമ്മൾ പറഞ്ഞ തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലുത്, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. ആ അല്ലാഹുവിലേക്ക് ബലമേൽപ്പിക്കാൻ, തവക്കലേൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലദീന ആമനു വലം തൽബിസു ഈമാനഹും ബിദുൽമ്, അവരുടെ വിശ്വാസത്തിൽ, അവരുടെ ഈമാനിൽ ഒരു കുഫറും ഒരു മ്ലേച്ഛതയും കടത്തിക്കൂട്ടാത്ത ആളുകൾക്ക് ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് സംരക്ഷണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസങ്ങളിൽ ജീർണത സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നോക്ക്, പല പേരിലും, പല ഹബീബിന്റെ പേരിലും, പല നൂറിന്റെ പേരിലും വിശ്വാസത്തിൽ ജീർണതകൾ സംഭവിക്കുന്നു. ഇന്ന് ഒരുപാട് താത്തമാർ അവർ കൊണ്ട് വെളിവാക്കപ്പെടുന്നു. ഇന്ന പേരിൽ ആളുകൾ പറ്റിച്ചിട്ടുണ്ട് എന്ന്, നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ജീർണതകളിൽ നിന്ന് മാറാൻ സാധിക്കുന്നത് വിശ്വാസത്തിൽ ജീർണതകൾ കടന്നു വരാതിരിക്കുക. അത്തരത്തിലുള്ള ആളുകൾക്കാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും അപ്രകാരം നമ്മളോട് ഓതിയത്. അതുകൊണ്ട് തന്നെ വിശ്വാസം അടിയുറച്ചവർ മാത്രമാണ് നമുക്ക് ഈ ജീവിതം വിജയിക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വിശ്വാസം അടിയുറച്ചൊരു മനുഷ്യന് ഫാഷിസത്തിന് വിഴുങ്ങാൻ സാധിക്കുകയില്ല. ഫാഷിസത്തിന്റെ വിഷയത്തിൽ നമുക്ക് ആ വിശ്വാസമുള്ള മനുഷ്യന് ഭയമുണ്ടാവുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം ആയതിൽ നമ്മൾ അഭിമാനബോധമുള്ളവരാകുക. മുസ്ലിമിന് അഭിമാനബോധം നഷ്ടപ്പെടാതിരിക്കുക. അതിൽ ഭയപ്പെടേണ്ടതില്ല. മുസ്ലിമാണെന്ന് അറിയിക്കുന്ന ഐഡന്റിറ്റിയെ മുസ്ലിം ഭയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഭയത്തിൽ നമ്മൾ മാറേണ്ടതുണ്ട്. ഇത് മാറിയില്ല എങ്കിൽ നമ്മൾ ഇന്ത്യയിലാകും. ഇന്ന് തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ, ഒരുപാട് നാടുകളിൽ ഒരുപാട് അപകടങ്ങൾ, കഴിഞ്ഞുപോയ സമൂഹത്തിലും ഇസ്ലാമായതിന്റെ പേരിൽ
നിന്നെയായിപ്പോയി എന്ന് വിചാരിച്ച സമൂഹത്തെ അള്ളാഹു തലക്കീഴിന്മേൽ മറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം എന്ന ഐഡന്റിറ്റിയെ ഖിയാമത്ത് നാൾ വരെ, മരണം വരെ നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ ഫഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നാം നിന്നിലായ ഒരു സമൂഹമായിരുന്നു, എന്നിട്ട് അല്ലാഹു നമ്മെ ഏറ്റവും ഇസ്സത്തുള്ള സമൂഹമായി മാറ്റിയത് ഇസ്ലാം കൊണ്ടാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി വര്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നോക്കൂ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ പ്രവാചകന്റെ സ്വഹാബി വര്യനായ ഉമർ റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്സത്ത് പോലും ഇസ്ലാം കൊണ്ടാണ് എങ്കിൽ ആ സമൂഹത്തിന് പോലും സംസ്കാരപൂരിതമായ ഒരു സമൂഹവും ഇസ്സത്തുള്ള സമൂഹവും അള്ളാഹു ആക്കി തീർത്തത് ഇസ്ലാം കൊണ്ടാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഇസ്ലാമിനെ മറച്ചു പിടിച്ചുകൂടാ. അതിൽ നാം അഭിമാനികളാകുക. അള്ളാഹു പറഞ്ഞ എല്ലാ നിയമങ്ങളും പാലിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമായി നാം മാറുക. ആ ഒരു പരിശീലനമാണ് ഈ മാസത്തിൽ നമ്മൾ പരിശീലിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാളിന്റെ സുദിനം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്, ഇത് സന്തോഷത്തിന്റെ പുലരിയാണ്. പക്ഷേ ഈ ഈദിന്റെ ആഘോഷത്തിന്റെ സുദിനത്തിൽ ഇസ്ലാമിക മാനം നാം മറന്നു പോകരുത്. കുടുംബക്കാരെ നമ്മൾ മറന്നു പോകരുത്. കുടുംബബന്ധം ചേർത്ത് പിടിക്കുക, കുടുംബക്കാരെ വിളിക്കുക, അവരോട് സംസാരിക്കുക, പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുക. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു വിഭാഗം ആളുകൾ ഒരുപാട് മലക്കണക്കിനുള്ള നന്മകളുമായി കടന്നു വരും. പക്ഷേ അല്ലാഹു അബൂ അമ്മൻസൂറ ആ ധൂളുകളെ പോലെ ആക്കി തീർക്കുമെന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ട്. കാരണം എന്താണ്? അവരുടെ കുടുംബബന്ധം മുറിച്ചവരാണ്, പരസ്പരം പകയുള്ളവരാണ്. അതുകൊണ്ട് പക നീക്കുക, കുടുംബബന്ധം ചേർത്ത് പിടിക്കുക. അല്ലാഹുമായുള്ള ബന്ധം ചേർക്കാൻ ഏറ്റവും നല്ലത് കുടുംബബന്ധം ചേർക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ദിനത്തിൽ നമ്മുടെ ജമാഅത്ത് നമസ്കാരം, യാത്രകളിൽ, ടൂറുകളിൽ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. പരസ്പരം തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈദ്ഗാഹിലേക്ക് വന്ന വഴിയിലൂടെയല്ലാതെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു പോകുക. ആ സുന്നത്ത് നമ്മൾ എടുക്കുക. നമ്മുടെ കുടുംബവും വീടകങ്ങളും നമ്മൾ സന്ദർശിക്കുക. പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പെരുന്നാൾ ദിവസത്തിലെ പ്രത്യേക സുന്നത്ത്, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രത്യേക സുന്നത്ത് സ്വതക്ക നൽകൽ പ്രത്യേകം സുന്നത്തായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഈദ്ഗാഹിന്റെ ഈ സദസ്സിൽ ആ സുന്നത്തെടുക്കാൻ, സ്വതക്ക നൽകാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്പരമായി തീരുന്നു ഫിലിസ്തീനിലെ മക്കൾ. ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ പോലും അവർ കരയുകയാണ്. യുദ്ധത്തിന്റെ ഇസ്രായേലിയർ അവർ ഇന്നും ഫിലിസ്തീൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബാല്യങ്ങൾ കരയുന്നു, മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടമാകുന്നു, മക്കൾക്ക് മാതാവ് നഷ്ടമാകുന്നു. ഫിലിസ്തീനിലെ മക്കളെ മറക്കാതിരിക്കുക. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുക. അള്ളാഹു അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാദിക്കുകളിലുള്ള മുസ്ലിങ്ങളെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. എല്ലാവർക്കും ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈദ് ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും വസാലിഹുൽ അഅമാൽ.